ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് എക്സാം ആൻസൊക്കെയാണ്. അപ്പോൾ മാത്സ് എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് 8 ആക്ടിവിറ്റീസാണ് ഉള്ളത്. അതിൽ 6 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത ആ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്ന ലീനിയർ പെയറും പെർസെൻറ്റേജും അതേപോലെ തന്നെ നമ്മുടെ ഗ്രാഫിൻ്റെയൊക്കെ ഒരു വരുന്നു പറഞ്ഞിട്ടിരുന്നു. അതേപോലെ പെർസെൻറ്റേജിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. പിന്നെ സീരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആൻസറൊക്കെ കറക്റ്റാണോ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ദ ആംഗിൾ ഇൻ ദ ഫിഗർ ദാറ്റ് മെഷേഴ്സ് 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രി ഉള്ള ഏതാണ് ആംഗിൾ എന്നാണ് ചോദിച്ചത്. അപ്പോൾ 30 ഡിഗ്രി നമ്മളിവിടെ 30 ഡിഗ്രി എന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ അല്ലേ. ആംഗിൾ DEC. ആംഗിൾ DEC ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ ദാറ്റ് ഈസ് ദ ലീനിയർ പെയർ ഓഫ് DEB. ഇവിടെ DEB ഏതാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ DEB ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ലീനിയർ പെയർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് DEB ആൻസർ ഇതെന്തായിരിക്കും DEA. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ആംഗിൾ DEA എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ഇഫ് ദ AD ഈസ് ട്വൈസ് ഓഫ് BEC. അപ്പോൾ AD എവിടെ നിന്ന് കണ്ടുപിടിക്കണം. AD എന്ന് പറയുന്നത് ഇതാണ്. ADൻ്റെ മെഷർമെൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ട്വൈസ് ഓഫ് BEC. അപ്പോൾ BEC ഏതാ? BECൻ്റെ ട്വൈസ് ആണെന്ന് പറഞ്ഞത് തന്നെ. അതായത് BEC 2 പ്രാവശ്യം കൂടിയതാണ് ഈ AD. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല. നമുക്ക് 2 കാര്യങ്ങളെ അറിയൂ. ഒന്ന് 180 ഡിഗ്രിയാണ് ഈ ലീനിയർ പെയർ. അതിൻ്റെ ഇടയ്ക്ക് ഒരു 30 ഡിഗ്രി ഉണ്ട് എന്നും നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ആ 30നെ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 150 ആണ് കിട്ടിയത്. 150 കിട്ടുമ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഡബിളാണെന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 50ൻ്റെ ഡബിളാണ് 100. അപ്പോൾ നമുക്കറിയാം ഇത് 50യും ഇത് 100ഉം ആണ്. ഇപ്പോൾ റെഡി ആയല്ലോ. 100, 30, 50. അപ്പോൾ ലീനിയർ പെയർ 180 ആയി. ഇനി അടുത്ത ഇഫ് ദ മെഷർ ഓഫ് വൺ ആംഗിൾ ഈസ് എ ലീനിയർ പെയർ ഈസ് എക്സ് ഡിഗ്രി, വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് അതർ. ഇപ്പോൾ ലീനിയർ പെയറിൽ ഒരു പെയർ എക്സ് ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. അപ്പം അടുത്ത ആംഗിൾ ഏതായിരിക്കുന്നു? അപ്പോൾ നമുക്കറിയാം 180 നമ്മൾ മൈനസ് ചെയ്യും ആ ഒരു ആംഗിളിനെ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 180 മൈനസ് എക്സ് ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ദ മന്ത്ലി സാലറി ഓഫ് ഷീനയുടെ സാലറി എത്രയാണ്? 45,000 ആണ്. ഷീ സ്പെൻഡ് 9,000 റുപ്പീസ് ഓൺ ഫുഡിൽ ഫുഡിന് വേണ്ടിയിട്ട് 9,000 രൂപ ചിലവാക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഇൻകം സ്പെൻഡ് ഓൺ ഫുഡ്. ടോട്ടൽ ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ്, ഈ ഫുഡിന് മാത്രം എത്ര പെർസെൻറ്റേജ് ചിലവാക്കിയെന്ന്. അപ്പോൾ അങ്ങനെ പെർസെൻറ്റേജ് കാണുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? 45,000 അതായത് ടോട്ടലിന് താഴെ ഇടണം, 9,000 ഇവിടെ ഇടണം. ഇനി 100 ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ 0യും നമ്മൾ കട്ട് ചെയ്തു അല്ലേ. ഇവിടെ എന്താണ് 9ഉം ഉണ്ട് 45ഉം ഉണ്ട്. അപ്പോൾ 9 ഇവിടെ 5 ആണ് അല്ലേ. 9 45ൽ 5 ടൈംസ് പോവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 10 ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കാം? 2 ആക്കാം. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തു അല്ലേ. കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടിയത്? നമുക്ക് എത്ര കിട്ടി? 20 ആണ് കിട്ടിയല്ലേ. 20%. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 20% ആണ്. അപ്പോൾ എത്രയാണ് ടോട്ടൽ സ്പെൻഡ് ചെയ്യുന്നത്? 20% ആണ്. ഇനി ഷീ ഏൺസ് 20% ഓഫ് റിമൈനിങ് എമൗണ്ട്. ഹൗ മച്ച് ഡസ് ഷീ ഏൺ ഈച്ച് മന്ത്? അപ്പം ഇതിൽ 20% ആണ് എന്ത്? 20% ആണ് എന്താണ്? എന്തിനു വേണ്ടിയിട്ട്? ഫുഡിന് വേണ്ടി ചിലവഴിക്കുന്നത്. അതായത് 45,000 9,000 ഫുഡിന് വേണ്ടി. ബാക്കിയുണ്ടാവുമല്ലോ, ബാക്കിയുള്ളതിൻ്റെ 20% എന്താണ്? ഏൺ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി എത്രയായിരിക്കും? നമുക്ക് ആകെ സാലറി 45,000 ആണ്. അതിൽ 9,000 ഫുഡിന് കൊടുത്തു. അപ്പോൾ 0, 0, 0, 5 9 പോയി. അപ്പോൾ നമ്മൾ 15, 15 9 പോയി എത്രയാണ്? 6. അപ്പോൾ 3, 36,000 ഉണ്ട്. ഇതിൽ നിന്ന് 20%, ഈ 36,000ത്തിൽ നിന്ന്, അതായത് ബാക്കിയുള്ള സാലറിയിൽ നിന്ന് 20% എന്ത് ചെയ്യുന്നുണ്ട്? ഏൺ ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 0s കട്ട് ചെയ്യാം. പിന്നെ ഇവിടെ കിടക്കുന്നത് എന്താണ്? 360ഉം 20ഉം ആണല്ലേ. 360, 20. അപ്പോൾ 360 ഗുണിക്കണം 20. അപ്പോൾ 0, 0, 0, 2 × 0, 0, 2 × 6 12, ബാലൻസ് 1, 2 × 3 6, 6 + 1 7, 7 2 0 0 അല്ലേ.
7200 ആണ് എന്ത് ഏൺ ചെയ്യുന്നത്. 7200 ആണ് ഏൺ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കതും കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്രയാണ്? 7200 ആണ്. ഇനി അടുത്തത് വിച്ച് ഈസ് ഈക്വൽ ടു 30% ഓഫ് 80%. അതിന് ഈക്വൽ ആയിട്ടുള്ള ഏതാണ്? അപ്പം 30% ഓഫ് 80 എന്ന് പറയുമ്പം അതിന് ഈക്വൽ ആയിട്ടുള്ളത് 60% ഓഫ് 40 ആണ്. 60% ഓഫ് 40. അതായത് 60% ഓഫ് 40. ഇനി അടുത്ത ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് ഒരു പെരിമീറ്റർ ചുറ്റളവ് കാണാനാണ്. റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് കാണാൻ അറിയാലോ. 2l+b ആണ്. ഇവിടെ എല്ലും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ 2 × 2 1/2 × 3/4 അല്ലേ. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? ഇത് നമുക്ക് ഇൻറ്റു ചെയ്ത് ഇത് പ്ലസ് ചെയ്ത് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 6 1/2 മീറ്ററാണ് ആൻസറായിട്ട് കിട്ടുക. ഇനി അടുത്തത് ഏരിയ കാണാനാണ്. ഏരിയ കാണാൻ നമുക്കറിയാമല്ലോ L × B ആണ്. അപ്പം 2 1/2 × 3/4. അപ്പോൾ 2 1/2നെ നമുക്ക് ഇൻറ്റു ചെയ്യാൻ 2 × 2 4 4 + 1 5 5/2 × 3/4. അപ്പം 15 ബൈ എന്ത് ചെയ്തോ 15/8 ആണ് കിട്ടുക. അപ്പോൾ നമുക്കതിനെ ഒന്നുകിൽ ഇങ്ങനെ എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചെഴുതണം. 8ൽ 8 1 ടൈം ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 15/8നെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ 17/8 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ആൻസറും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എത്രയാണ്? വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 2 1/2. 2 1/2നോട് ഈക്വൽ അല്ലാത്തത് ഏതാന്ന്? അപ്പോൾ 2 1/2നോട് ഈക്വൽ അല്ലാത്തത് ആൻസർ എത്രയാണ്? 13/6 ആണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. എന്താണ്? ഇന്നർ ലെങ്ത് ഓഫ് എ വാട്ടർ ടാങ്ക് ഈസ് 5 meter 4 meter ആൻഡ് ഹൈറ്റ് 3 meter. വാട്ട് ഈസ് ദ വോളിയം ഓഫ് വാട്ടർ ടാങ്ക്? നമ്മൾ ചെയ്താണ്. V = L × B × H ആണല്ലേ. അപ്പോൾ ഇവിടെ എല്ലും ബിയും എച്ച് ഒക്കെ തന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ 5 × 4 × 3. ഇപ്പോൾ 5 × 4 × എന്ന് പറയുമ്പോൾ 20 20 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 × 3 എന്ന് പറയുമ്പോൾ 60 ആണ്. അപ്പോൾ 60 m³ എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത ആഫ്റ്റർ 1 day യൂസ് ദ വാട്ടർ ലെവൽ ഈസ് ഡിക്രീസ്ഡ് 50 centimeter. ഓക്കെ. ഈസ് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ്? ഇത് അപ്പോൾ ഇനി ഒരു ദിവസം കഴിഞ്ഞപ്പം ഇതെന്തായി? 50 centimeter ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ആയിരിക്കും? 50 centimeter ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 60 ആണല്ലോ കിട്ടിയത്. അപ്പോൾ നമ്മൾ 50 കുറഞ്ഞാൽ 10 ആയിരിക്കും. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യന് വളരെ എളുപ്പമാണ്. ബാർ ഡയഗ്രാമാണ്. ഇവിടെ കുറച്ച് ബാർ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ 6A ബോയ്സും ഗേൾസൊക്കെ തന്നിട്ടുണ്ട്. 6B ബോയ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം ഗേൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ 25 ആണ്. അത് നമ്മൾ എഴുതി. 6C എന്ന് പറയുമ്പം 15ഉം അതേപോലെ 20 ആണ്. അതും എഴുതി. 60 എന്ന് പറയുമ്പം 20ഉം 15ഉം ആണ്. നെക്സ്റ്റ് 6C എന്ന് പറയുമ്പോൾ 20 ആണ്. വിച്ച് ഹാസ് ഈക്വൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്? അത് 6C ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ഉണ്ടാക്കണം. അതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് ഒരു പോയിൻറ്റ് ഡെസിമലിൻ്റെ ആണ്. റെക്റ്റാങ്കിൾ ഈസ് 2 meter 5 centimeter ലോങ് ആൻഡ് 1 meter 75 meter വൈഡ്. വിച്ച് ഓഫ് ദ ലോങ് ഈസ് ദ ലെങ്ത് ഓഫ് എ ബോർഡ്? ബോർഡിൻ്റെ ലെങ്ത്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡെസിമലായിട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 2 മീറ്ററും പിന്നെന്താണ് 5 centimeter എന്ന് പറയുമ്പം നമ്മൾ 5/100 അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ ഈ ഒരു ഫോമിലാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.05 meter ആണ് വരിക. അപ്പോൾ സെക്കൻഡാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് കാണാനാണ് അല്ലേ. ഫ്രാക്ഷൻ ഫോം ഓഫ് വിഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഇവിടെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? വിഡ്ത്ത് എന്ന് പറയുന്നത് 1 meter 75 centimeter ആണ്. അപ്പോൾ 75/100 അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് എഴുതണം? ഫ്രാക്ഷണൽ ഫോം എഴുതുമ്പോൾ 175/100 എന്ന് കിട്ടും. ഇനി ഫൈൻഡ് ദ പെരിമീറ്റർ. പെരിമീറ്റർ നമ്മൾ പറയാം 2l + b ആണ്. ഇവിടെ L എന്ന് പറയുന്നത് എത്രയാണ്?
L എന്ന് പറയുന്നത് എത്രയാണ്? L എന്ന് പറയുന്നത് 2.05 ആണ്. അതേപോലെ തന്നെ 1.75 ആണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടണം. അപ്പോൾ 0.83 അല്ലേ, 3.80 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 3.80 നമ്മൾ എല്ലും പ്ലസ് ബിയും കൂട്ടിയാണ്. പക്ഷെ നമ്മൾ 2L + B ചെയ്താലല്ലേ പെരിമീറ്റർ കിട്ടുക. അപ്പോൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 0 2 × 8 16, ബാക്കി 1 2 × 3 6 6 + 1 7. അപ്പോൾ നമുക്ക് പോയിൻ്റ് ഇവിടെ നടുവിലിടാം. 7.60 ആണ് നമുക്ക് ആൻസർ കിട്ടുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് ഇവിടെ 25% എന്ന് പറയുന്നത് 1/4 ആണ്. 20% എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിലുണ്ട് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് 20% എന്ന് പറയുമ്പം എന്തായിരിക്കും? 1/5 ആയിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ 20% 20/100 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു 2/10. അതിനെ വീണ്ടും നമ്മൾ കട്ട് ചെയ്തപ്പം 1/5. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/5 ആണ്. അപ്പോൾ 20% എന്ന് പറയുന്നത് 1/5. ഇനി 50% എന്ന് പറയുന്നത് എന്താണ്? 50/100 ആണ്. 50/100 നമ്മൾ കട്ട് ചെയ്തു അല്ലേ. ഇനി 50 എന്ന് പറയുമ്പോൾ 1/2. 1/2 ഉണ്ടെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ 0.5 എഴുതാം. ഇനി അടുത്ത എന്താ? 40% എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കൂ, 40/100 ആണ്. അപ്പോൾ നമ്മൾ 0യും 0യും കട്ട് ചെയ്തു, 2/5. അപ്പോൾ ആൻസർ എത്ര? 2/5 ഇവിടെ ഉണ്ട്. ഇനി അടുത്തത് 12.5%. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? 12.5/100 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 1/8 ആണ് കിട്ടുക. 1/8. ഇനി 30% എന്ന് പറയുമ്പം 0.3. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.